പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 110ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യാൻ നമ്മുടെ ഇടയിൽ ആരാലീവിനെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ബിജു കെ ബാബു ആണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബ്രദർ കടന്നു വന്നിട്ടുള്ള സൗദി അറേബ്യയിൽ നിന്നുമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ ആരാധനയെ ക്ഷണിച്ചു കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോഡ് ഈസ് ലോ എന്ന പ്ലാറ്റ്ഫോമിൽ എനിക്കും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തക്കണം ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ഡെന്നിസ് ബ്രദർ, സിജി സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തങ്ങൾ കാണിക്കുന്ന ആ ഒരു ത്യാഗം ദൈവത്തിന് വേണ്ടി അവരുടെ തിരക്കുകൾ, ജോലി തിരക്കുകളും ജീവിതമായെന്ന ഒരു ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവരെ ദൈവത്തിന് വേണ്ടിയിട്ട് ശോഭിക്കാൻ നോക്കണം. ഓൺലൈനിൽ കൂടെ ആണെങ്കിലും ദൈവം തന്റെ മക്കളെ ബലപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഓർപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ താൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താൻ കുടുംബവും കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഓരോരുത്തർക്ക് തങ്ങൾക്ക് ആകുന്ന ആ ഒരു നിലയിൽ പലരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്റെ മക്കൾ കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഒക്കെ ദൈവം തന്റെ മക്കളെ ഒരുക്കുന്ന ദൈവത്തിന്റെ വലിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് ആ കുടുംബത്തിലുള്ള ദൈവം നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോം അനേകർക്ക് ഒരു മാതൃകയായി തീരുവാനും അനേകർ ദൈവത്തെ കണ്ടുമുട്ടുവാനും ഒക്കെ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കുന്നു. പ്രിയനെ നിന്നെ കാണുവാനായിട്ട് എൻ്റെ ഉള്ളം കൊതിക്കുന്നു എന്നുള്ള ഒരു ഗാനമാണ് ഞാൻ തുടക്കത്തിൽ ആലപിക്കുന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയനെ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറുന്നേ, പ്രിയനെ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറുന്നേ, മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ, മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ, പ്രിയനെ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറുന്നേ, ശാരൂനിൻ താഴ്വര പാടും പ്രേമനിലാവിൻ മധുഗാനം, ശാരൂനിൻ താഴ്വര പാടും പ്രേമനിലാവിൻ മധുഗാനം, പൂവിതളായൻ മാനസവനിൽ മാധുര്യമേകാൻ നീ വരുമോ, പൂവിതളായൻ മാനസവനിൽ മാധുര്യമേകാൻ നീ വരുമോ, പ്രിയനെ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറുന്നേ, മാരിവില്ലാൽ അരികിലൊന്നെത്താൻ ഹൃദയം തുടിപ്പൂ എന്നാഥാ, മാരിവില്ലാൽ അരികിലൊന്നെത്താൻ ഹൃദയം തുടിപ്പൂ എന്നാഥാ, നിൻ തിരുമാർവിൽ ചേർന്നൊന്നിരിക്കാൻ ഒരു കുറുപ്രാവാകും ഞാനൊരു നാൾ, നിൻ തിരുമാർവിൽ
ചേർന്നൊന്നിരിക്കാൻ ഒരു കുറുപ്രാവാകും ഞാനൊരു നാൾ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ മേഘമറവിൽ വിടരും അഴകായി സഖി ഞാൻ കാത്തിരിപ്പൂ പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം 2029 കാലഘട്ടത്തിലാണ് ഞാൻ ജിദ്ദയുടെ പ്രദേശത്ത് കടന്നു വരുന്നത്. മാർച്ച് 1-ാം തീയതി എനിക്ക് റിയാദിൽ ഇറങ്ങുവാനും 2 വർഷത്തിന് ശേഷം ജിദ്ദ പട്ടണത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനും ദൈവത്തിന് വചനമായിട്ട് നിൽക്കുവാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിനു മുമ്പായിട്ട് വർഷിപ്പൊക്കെ ലീഡ് ചെയ്യാനൊക്കെ ദൈവം അവസരങ്ങളൊക്കെ തരുവാനൊക്കെ ദൈവം സഹായിച്ചു. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും അതെല്ലാം വൃദ്ധമാണ്. ഒരു നിമിഷം കൊണ്ട് നമുക്കതൊക്കെ നഷ്ടമാകാം. എന്നാൽ നമ്മൾ ഈ നിത്യതയെ ലഭ്യമാക്കുന്നെങ്കിൽ അത് നമുക്ക് എല്ലായ്പ്പോഴും നിലനിൽക്കാൻ നോക്കണം ഇടയായിത്തീരും. നമ്മുടെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളുമെന്ന് നോക്കണം. നമ്മളെ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇടയന്റെ കാവൽ ലഭിക്കുവാനായിട്ട് ചെന്നായി നമ്മെ കടിച്ചു കീറുവാൻ വരുന്ന സാഹചര്യങ്ങളിൽ ഇടയൻ നമ്മളെ എപ്രകാരം കരുതുന്നു എന്ന് നമുക്ക് അടുത്ത കാലത്തിലൂടെ ശ്രമിക്കാം. പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ വിവിധ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയിട്ട് അവിടെയൊക്കെ നമ്മളെ ദൈവം കൈവിടുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് അവസാനം നമ്മളെ ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുവാനും അവിടെ ദൈവത്തിന്റെ വലിയ കരുതൽ കാണുവാനും ദൈവം നമ്മളെ വിടുവിക്കുന്നതൊക്കെ എനിക്ക് അനേക സാഹചര്യങ്ങളിലൊക്കെ ദൈവം മനസ്സിലാക്കാൻ നമ്മൾ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനായിരിക്കും ദൈവസഭ എനിക്ക് വേണ്ടി കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേവാസം കുടുംബം, എന്നെ കരുതുന്ന ഒരു ദൈവസഭ, ദൈവത്തിന്റെ സഹോദരങ്ങൾ, ദൈവമക്കൾ, സഹോദരങ്ങളൊക്കെ ഓരോ വിഷയം വരുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അതൊക്കെ വിടുതലായി തീരുവാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഞാനായിരിക്കും സഭ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെ ഒരു കൈത്തങ്ങൾ തരുവാൻ തക്കണം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓഡിസോ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമും ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസനെയും പ്രിയ ദാസിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ തുടർന്നും മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കാൻ നോക്കണം. 110ാമത്തെ മീറ്റിംഗിലേക്കാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അനേക മീറ്റിങ്ങുകൾ കോർഡിനേറ്റ് ചെയ്യാൻ മക്കളെ ദൈവം ബലപ്പെടുത്തട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത കാലത്തിലേക്ക് കടക്കുന്നു. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ
കാത്തിടും നല്ലിടയൻ, നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ, ജീവൻ പകർന്നെന്റെ സൗഖ്യം തരാം. മാറിൽ ചേർന്നെന്റെ സ്വന്തമാക്കാൻ ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. വീണ്ടും നമുക്ക് ഒരു ഗാനം കൂടെ ശ്രമിക്കാം. നമ്മൾ കരയുന്ന വേളകളിൽ നമ്മളെ സ്വാന്തനിപ്പിക്കുന്ന നമ്മുടെ ദൈവം തന്റെ മകനായിട്ട്, തന്റെ മകളായിട്ട് നമ്മളെ കരുതുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മതിയാകില്ല. നമ്മൾ പിറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ശൂന്യതയിൽ നിന്ന് നമ്മൾ കടന്നു വരുവാൻ തക്കോണം ഇത്രത്തോളം നമ്മളെ ദൈവം മാനിക്കുവാൻ തക്കോണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഞങ്ങളുടെ സഭയിലെ ഓരോരുത്തരെയും ദൈവം മാനിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദേവാസം കുടുംബം, ഞാൻ കുടുംബം, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ ഞങ്ങളെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിന് പന്താവുകളായിരിക്കുമ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ സമ്പത്തോ നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട. നമ്മൾ നന്ദിയുള്ളവരായി എപ്പോഴും ജീവിതത്തിൽ മുന്നേറുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സ്വർഗം സന്തോഷിക്കുവാൻ തക്കണം ഇടയായിത്തീരും. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അവന്റെ നടത്തിപ്പുകളെ ഓർത്ത്, അവന്റെ കരുതലിനെ ഓർത്ത്, അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് എപ്പോഴും നന്ദി കരട്ടിക്കൊണ്ട് ജീവിതം മുന്നേറുവാൻ തക്കണം നമ്മളെ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. അടുത്ത ഗാനത്തിലേക്ക് കടക്കുന്നു. കരയല്ലേ നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ, കരയല്ലേ നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ, തളരല്ലേ ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ ഞാൻ നിന്നെ താങ്ങില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ നീ എന്റെ മകനല്ലേ,
നീ എന്റെ മകളല്ലേ, നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. നീ ഉറങ്ങിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ. നീ ഉറങ്ങിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാം. എന്നും ഇവിരായി പെയ്തിറങ്ങാം. കരയല്ലേ, നീ എന്റെ മകളല്ലേ, നീ എന്റെ മകനല്ലേ. കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. നീ എനിക്കേകും മുറിവുകളെല്ലാം മറന്നു ഞാൻ നിന്നെയും കാത്തിരിക്കാം. നീ എനിക്കേകും മുറിവുകളെല്ലാം മറന്നു ഞാൻ നിന്നെയും കാത്തിരിക്കാം. നീറുന്ന നെഞ്ചിലെ സ്വാന്തനമായി നിന്റെ തണലായി ചേർന്നിരിക്കാം. നീറുന്ന നെഞ്ചിലെ സ്വാന്തനമായി നിന്റെ തണലായി ചേർന്നിരിക്കാം. എന്നും ഇടയന്റെ മനമൂടെ ഞാൻ. കരയില്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. കരയില്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയില്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം വാസനമായിട്ട്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ മനം തകർന്നിരിക്കുമ്പോൾ, നമ്മുടെ
നമ്മളെ സ്വാന്തന വചനമേകിട്ട് നൽസഖിയായി ചാരെ നിൽക്കുന്ന നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിഞ്ഞു വീഴുന്നെങ്കിൽ പോലും അത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. അതെല്ലാം എണ്ണപ്പെട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഓരിരലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും കാട്ടു ചെന്നായി നമ്മുടെ എതിരെ വന്നാലും ഒരിക്കലും കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കർത്താവ് മാത്രമാണ്. ലോകത്തിൽ അനേകരെ മറ്റുള്ള ദൈവങ്ങളിൽ കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ വാതുറക്കാത്ത, വായില്ലാത്ത അനേക ദൈവങ്ങളെ മറ്റുള്ള ആരാധിക്കുമ്പോൾ നമുക്ക് സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ കേൾക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ തക്കണം. നമുക്ക് വലിയ ഒരു ഭാഗ്യം വന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ തുടർന്നുള്ള ആത്മീയ ജീവിതം അതിന് ഉതകുന്നതായി തീരട്ടെ. നമ്മുടെ ഏത് ഘട്ടങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തെ നമ്മളെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുന്നേറുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കാൻ തക്കോണം. ദൈവയിടയായി പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആശ്വാസം വിടുതലമായി തീരുവാൻ തക്കോണം. താൻ പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രിയ സഹോദരി പറയാറുണ്ട്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കണം. സഹോദര ഇടയായി പലർക്കും വിടുതൽ കിട്ടുവാൻ തക്കണം. ചിലരുടെ ജോലിക്ക് വേണ്ടിയിട്ട്, ചിലരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തക്കണം. ദൈവം എന്നെ ബലപ്പെടുത്തി എന്നെ കുടുംബത്തെയും അവർക്ക് വേണ്ടി ഇരുന്ന് നിൽക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയപ്പോൾ അവർക്ക് ആ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ മേൽ വിടുതൽ ലഭിക്കുവാൻ തക്കണം. ഇടയായിത്തീരുന്നൊക്കെ പല സാക്ഷ്യങ്ങളും പ്രിയ ദാസിന്റെ ഒക്കെ കേൾക്കുന്ന ഇടയായിത്തീരുന്ന തന്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്നുണ്ട് നമുക്ക് പാടാം. നമുക്ക് കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എന്നുള്ള ഗാനം നമുക്ക് ചേർന്നതാണ്. കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സ്വാന്തന വചനമേകി നൽസഖിയായി ചാരയുള്ള കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. കൂരിരുളിൽ താഴ്വരയിലേകനായാലും കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തന്നാലും, കൂരിരുളിൽ താഴ്വരയിലേകനായാലും കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തന്നാലും. നമുക്ക് കരങ്ങളെ ചേർത്ത് അടിച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടാം. കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തന്നാലും ദാനിയേലിൻ ദൈവം ഇന്ന് ജീവിക്കുന്ന എന്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല. ദാനിയേലിൻ ദൈവം ഇന്നും ജീവിക്കുന്ന എന്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല. എൻ മനം തകർന്നിടുമ്പോൾ സ്വാന്തന വചനമേകി നൽസഖിയ ചാരയുള്ള കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഒരിക്കലും കൈവിടില്ലെന്നരുളിയവൻ, ഓരോ നാളും കൂടെയുണ്ടെന്നോദിയവൻ. ഒരിക്കലും കൈവിടില്ലെന്നരുളിയവൻ, ഓരോ നാളും കൂടെയുണ്ടെന്നോദിയവൻ. കഷ്ടനഷ്ട ശോധനയിൽ രോഗദുഃഖ വേളകളിൽ പുതുബലം പകരുന്നവൻ. കഷ്ടനഷ്ട ശോധനയിൽ രോഗദുഃഖ വേളകളിൽ പുതുബലം പകരുന്നവൻ. എൻ മനം തകർന്നിടുമ്പോൾ സ്വാന്തന വചനമേകി നൽസഖിയ ചാരയുള്ള കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സ്വാന്തന വചനമേകി നൽസഖിയ ചാരയുള്ള കർത്താവ് അറിയാതെ
എനിക്കൊന്നും ഭവിക്കില്ല എന്റെ കർത്താവറിയാതെ, എനിക്കൊന്നും ഭവിക്കില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനായിട്ട് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇങ്ങനെ ഈ മരുഭൂമിയിലെ ഈ പട്ടണത്തിലായിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിലും ദൈവം ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തിനെ പ്രാഥമികമായിട്ട് നന്ദിയെ കരയറ്റുന്നു. ഒപ്പം തന്നെ ഡെന്നീസ് ബ്രദർ ഓർക്കുന്നു. ദൈവം അവരെയും ദൈവം അനുഗ്രഹിക്കുക. അവർക്കുള്ള പ്രത്യേക നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇതിന് ഭാഗവാക്കായിരിക്കുന്ന ഇതിന്റെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്നുള്ള മീറ്റുകളും ഏറ്റവും ശ്രേഷ്ഠമായി തീരുമാനിക്കണം, ഏറ്റവും അനുഗ്രഹമായി തീരുമാനിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകരെ ദൈവം അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്തോളം ദൈവം നമ്മളെ നടത്തിയ ദൈവത്തിന് എല്ലാ വിധങ്ങൾക്കുമായിട്ട് ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാർ.